السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام. أحمده حمد من قال ربي الله ثم استقام. الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم സാഅ മാ യഹ്കുമൂൻ. സ്നേഹമുള്ള സ്റ്റേജിലും സദസ്സിലുമുള്ള സമാദരണീയ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. മുജാഹിദ് കുടുംബ സംഗമം, ഫാമിലി മീറ്റ് എന്ന തരത്തിൽ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുന്ന, കുടുംബസമേതം പങ്കെടുക്കുന്ന ഒരു വൈജ്ഞാനിക സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ കലുഷിതമായ ഒരു ലോകത്ത് ജീവിക്കുന്ന മുസൽമാൻ അവൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് അതീവ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന ഇസ്ലാമിക ചിന്തകളാണ് പങ്കുവെക്കപ്പെടേണ്ടത്. നാം ജീവിക്കുന്ന നമ്മുടെ ഈ പശ്ചാത്തലം ഞാൻ നടേ സൂചിപ്പിച്ചതുപോലെ തന്നെ കലുഷിതമാണ്. ഇസ്ലാം എല്ലാ നിലക്കുമുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ്. മുസ്ലിം സമുദായത്തെ ആഗോള തലത്തിൽ തന്നെ അപരവൽക്കരിക്കപ്പെടുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഭീതിതമായ ഒരു സാഹചര്യമാണ്. കാലാകാലങ്ങളായി മുസ്ലിമീങ്ങൾക്ക് നേരെ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഭൂമിശാസ്ത്രപരമായ അധിനിവേശമുണ്ട്, സൈദ്ധാന്തികമായ അധിനിവേശമുണ്ട്, സാംസ്കാരികമായ അധിനിവേശമുണ്ട്. മുസ്ലിമീങ്ങളുടെ കടയും കമ്പോളങ്ങളും പിടിച്ചെടുത്ത്, വീടുകൾ പിടിച്ചെടുത്ത്, സ്ഥലങ്ങൾ പിടിച്ചെടുത്ത്, രാജ്യങ്ങൾ പിടിച്ചെടുത്ത്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി, രാജ്യപൗരന്മാർക്ക് നേരെ ഉള്ളിൽ കയറിക്കൂടി ആയുധങ്ങൾ തൊടുത്തുവിട്ട് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ സൈദ്ധാന്തികമായ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇപ്പോഴും നാം പലസ്തീനിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് സൈദ്ധാന്തികമായ അധിനിവേശമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വികലമായി അവതരിപ്പിച്ച്, വക്രീകരിച്ച്, ചിത്രീകരിച്ച്, ഖുർആനിലെ സാങ്കേതിക ശബ്ദങ്ങളെ അർത്ഥം മാറ്റി ഡിക്ഷണറികളിൽ പോലും കടത്തിക്കൂട്ടി സൈദ്ധാന്തികമായ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരികമായി മുസ്ലിമീങ്ങളുടെ സ്വത്വബോധത്തെ നശിപ്പിച്ച് പാശ്ചാത്യൻ സംസ്കാരങ്ങൾ അവരുടെ വേഷങ്ങളിലും അവരുടെ മുടി വളർത്തുന്നിടത്തടക്കം അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ ആഘോഷങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലേക്കും സാംസ്കാരികമായി അധിനിവേശം കടത്തി കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിത്വത്തിൽ നിന്ന് അവരെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ
നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ഒരു മുസൽമാൻ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ മുസ്ലിമീങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രകുത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്, തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തുന്നവരുണ്ട്. ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്നവരുണ്ട്. പൗരത്വം നിഷേധിക്കുകയും ഏക സിവിൽ കോഡ് കൊണ്ടുവരികയും വഖഫ് ഭൂമികൾ കൈയടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പള്ളികൾക്കുമേൽ പോലും അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആ പള്ളികൾ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പള്ളികളടക്കം പൊളിച്ചു കളയാനുള്ള ശ്രമങ്ങളും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേവലം ഒരു ബീഫിൻ്റെ പേരിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്തി ഒരു സമുദായത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതോടൊപ്പം അറബി കോളേജുകളെ ക്രമപ്രവൃദ്ധമായി ഇല്ലായ്മ ചെയ്യുവാനും അറബി പഠനം തന്നെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു കളയാനുമുള്ള ശ്രമങ്ങൾ മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ അവകാശങ്ങൾ നിഷേധിച്ച് ഉദ്യോഗങ്ങളിലേക്ക് നൽകപ്പെടേണ്ട സംവരണ ആനുകൂല്യങ്ങൾ പോലും നൽകപ്പെടാത്ത തരത്തിലുള്ള അപരവൽക്കരണങ്ങൾ മുസ്ലിമീങ്ങൾ ഈ നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു കേസുണ്ടായാൽ അതൊരു മുസൽമാനാണെങ്കിൽ മുടിനാരിഴക്കേറി അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ തൂക്കുകയറ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ശുഷ്കാന്തി പക്ഷേ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നുണ്ടായാൽ അവരെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് ഇരട്ട നീതിയിലുള്ള കേസന്വേഷണങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ജിഹാദ്, തുപ്പൽ ജിഹാദ്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ പദങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരു സമുദായത്തെ നാടിൻ്റെ ശത്രുക്കളാക്കി മാറ്റുന്ന നിലക്കുള്ള സമീപനങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 100 കൂട്ടം അപരവൽക്കരണത്തിൻ്റെ പ്രയാസങ്ങൾക്ക് നടുവിലാണ് മുസൽമാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ സമാധാനകാംക്ഷികളാണ്. പലപ്പോഴും ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മുഴക്കിക്കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്ന സാഹചര്യങ്ങൾ വരെ നാടകങ്ങളിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലുഷിതമായ പശ്ചാത്തലത്തിലാണ് മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് മതനിരാസ ചിന്തയുള്ള ആളുകൾ, യുക്തിചിന്തകർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവർ നാസ്തികതയും ദൈവനിഷേധവും മതവിരുദ്ധതയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളുടെ ആശയാദർശങ്ങളെയും ജീവിത സംസ്കാരത്തെയും കൊഞ്ഞനം കുത്തുന്ന പ്രയാസകരമായ ഒരു സാഹചര്യമുണ്ട്. പുതിയ വളർന്നു വരുന്ന തലമുറയെ മതനിരാസ ചിന്തകളിലേക്ക് കൊണ്ടുപോവുകയും ദൈവനിഷിദ്ധ കാഴ്ചപ്പാടുകളിലേക്ക് ആകർഷിക്കുകയും താൽക്കാലിക സുഖാസ്വാദനത്തിൻ്റെ വരട്ടുവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം കൈരളിയെ, മുസ്ലിം വളർന്നു വരുന്ന ന്യൂജൻ തലമുറയെ ഈ രംഗത്ത് നിന്ന് സ്വതന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ അജണ്ടകളോടുകൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സോഷ്യൽ മീഡിയകളെയും വാർത്താ മാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് വ്ളോഗർമാരുടെയും യൂട്യൂബർമാരുടെയും സഹായത്തോടുകൂടി ഇത്തരം വികല ചിന്തകളെ വളർന്നു വരുന്ന തലമുറകളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ലിബറൽ ചിന്തകൾ ഇട്ടുകൊടുത്തുകൊണ്ട് ആർക്കും വഴങ്ങേണ്ടതില്ല, ഇൻഡിവിജ്വാലിസത്തിൻ്റെയും യൂട്ടിലിറ്റേറിയലിസത്തിൻ്റെയും മെറ്റീരിയലിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും ആശയങ്ങളാണ് കുട്ടികൾക്ക് മുമ്പിൽ കൗതുകത്തോടുകൂടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് ഈ മതം? എന്തിനാണ് നിങ്ങൾക്ക് ഈ ദൈവവിശ്വാസം? എന്തിനാണ് നിങ്ങൾക്ക് ഈ സാമുദായികതയുടെയും മഹല്ലുകളുടെയും കെട്ടിക്കുടുക്കുകൾ? ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇൻഡിവിജ്വാലിസം എന്ന ആശയം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തി എന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ മതം കൈകടത്തേണ്ടതില്ല, നിങ്ങളുടെ സമുദായം കൈകടത്തേണ്ടതില്ല. നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളോ നിങ്ങളുടെ മതപുരോഹിതന്മാരോ എത്രത്തോളം നിങ്ങളുടെ മാതാപിതാക്കൾ പോലും നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തി എന്നുള്ള നിലക്ക് നിനക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കണം,
അത് പരമാവധി സുഖിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ യു ഓൺലി വൺ ലൈഫ്, നിനക്കാകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം എൻ്റെ തെരഞ്ഞെടുപ്പ് അവകാശമാണ്, അത് ഞാൻ നോക്കിക്കൊള്ളാം. മൈ ബോഡി ഈസ് മൈ റൈറ്റ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അതാർക്ക് സമർപ്പിക്കണം, ആർക്ക് സമർപ്പിച്ചുകൂടാ എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ മതമോ എൻ്റെ ആദർശമോ എൻ്റെ സമൂഹമോ അല്ല, അത് ഞാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഒരു തലമുറയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഒരു മുസൽമാൻ ജീവിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സർവമാധ്യമങ്ങളുടെയും സഹായം, ചിന്തകന്മാരും ബുദ്ധിജീവികളും ദാർശനികളും വിദ്യാഭ്യാസ വിചക്ഷണരുമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾക്ക് അഭിമുഖം കൊടുത്ത് അവർ പറയുന്ന ഈ വികല ആശയങ്ങളെ പുതിയ തലമുറയുടെ മനസ്സുകളിലേക്ക് നിയമങ്ങളുടെ പഴുതുകളിലൂടെ ഇറക്കുമതി ചെയ്യുവാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലൂടെ, ക്ലാസ് റൂം ആക്ടിവിറ്റീസുകളിലൂടെ, അതേപോലെ തന്നെയുള്ള എൻ്റർടൈൻമെൻറ്റുകളിലൂടെ, പഠനയാത്രകളിലൂടെ, വിനോദയാത്രകളിലൂടെയൊക്കെ ഇത്തരം ആശയങ്ങളെ കൈമാറിക്കൊടുക്കുവാൻ, അത്തരം ചിന്തകളിലേക്ക് അവരെ കൊണ്ടുവരാൻ, എന്നിട്ട് സ്വത്വബോധം നഷ്ടപ്പെട്ട ഒരു വിഭാഗമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇവിടെ ഇൻഡിവിജ്വാലിസത്തോടൊപ്പം തന്നെ യൂട്ടിലിറ്റേറിയലിസം എന്ന കാഴ്ചപ്പാട്, അതായത് ഞാൻ മറ്റൊരാൾക്കും ഉപദ്രവമാകാത്തിടത്തോളം കാലം എനിക്കിഷ്ടമുള്ളതെല്ലാം എനിക്ക് ചെയ്യാം, എനിക്ക് വേറൊരാളും ഉപദ്രവമാകുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ബാധിച്ച മാതാപിതാക്കൾ എനിക്കൊരു ഭാരമായി, എനിക്കൊരു പാരയായി എൻ്റെ കൂടെ ഉണ്ടാവരുത്. ബുദ്ധിമന്ദീഭവിച്ച മാനസിക നില തെറ്റിയ ഒരാളെ എനിക്ക് വേണമെങ്കിൽ ദയാവധത്തിന് വിധേയമാക്കാം. എൻ്റെ സ്വൈര ജീവിതത്തിന്, എൻ്റെ സന്തോഷ ജീവിതത്തിന് അവർ തടസ്സമാണെങ്കിൽ അവരെ എനിക്ക് കൊന്നുകളയാനുള്ള മാർഗമുണ്ട് എന്ന ആശയത്തെയാണ് യൂട്ടിലിറ്റേറിയലിസം എന്ന് പറയുന്ന ചിന്തയിലൂടെ സമൂഹത്തിന് കൈമാറിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദയ, നന്ദി, കരുണ, സ്നേഹം, ദീനാനുകമ്പ തുടങ്ങിയ സഹിഷ്ണുതയടക്കമുള്ള, സമസൃഷ്ടി സ്നേഹമടക്കമുള്ള, ത്യാഗമടക്കമുള്ള മനുഷ്യൻ കാലാകാലങ്ങളായി കാത്തു സൂക്ഷിച്ചു പോരുന്ന ഗുണങ്ങളൊന്നും തന്നെ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും വേണ്ടതില്ല എന്ന ആശയത്തെയാണ് യൂട്ടിലിറ്റേറിയലിസം വഴി സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മെറ്റീരിയലിസമാണ്. ഈ പദാർത്ഥത്തിനപ്പുറത്ത് മറ്റൊന്നുമില്ല. മനുഷ്യനെന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഫോസ്ഫറസിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒരു മിശ്രിതം മാത്രമാണ്. 1% മാത്രം വരുന്ന സൾഫറും പൊട്ടാസ്യവും സോഡിയവും മാഗ്നീഷ്യവും കൂടിക്കലർന്ന വെറും ഒരു രാസസംയുക്തം മാത്രമാണ് മനുഷ്യൻ എന്നതിനപ്പുറത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യങ്ങളെയും ജീവിതത്തിലെ മൂല്യങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് മെറ്റീരിയലിസം അതിൻ്റെ ധർമ്മം സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പല മാതാപിതാക്കളും പലപ്പോഴും പരാതി പറയുന്നുണ്ട്. കുട്ടികൾ മതനിരാസ ചിന്തകളിലേക്ക് പോയതിനെക്കുറിച്ച്, നിരീശ്വരവാദങ്ങളിലേക്ക് പോയതിനെക്കുറിച്ച്, മതത്തോട് നിഷിദ്ധ ഭാവം വെച്ച് പുലർത്തുന്നതിനെക്കുറിച്ച്, നമസ്കാരം പാടെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, തൻ്റെ കൂടെ ജീവിക്കുന്ന, തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ആൺപെൺ സൗഹൃദങ്ങളെ ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവരെ ഉപദേശങ്ങൾക്ക് വഴങ്ങാത്ത വിധത്തിലുള്ള ഒരവസ്ഥയെ പരാതി പറയുന്നവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മതനിരാസ ചിന്തകളെ കടത്തിക്കൂട്ടി സ്വൈര ജീവിതത്തിനും സ്വതന്ത്ര ജീവിതത്തിനും സുഖജീവിതത്തിനും ആസ്വാദന ജീവിതത്തിലേക്കും ആളുകളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മുസൽമാൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ വിഷയീഭവിപ്പിച്ചതുപോലെ പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളാണ്. മതം ജനം തിരിച്ചറിയാത്ത വിധത്തിൽ അതിനെ ആശയാദർശങ്ങൾക്കുമേൽ അന്ധവിശ്വാസങ്ങളെയും ഖുറാഫാത്തുകളെയും വിസർജിച്ച് ഒരു മതത്തിൻ്റെ കൃത്യമായ പിക്ചറിനെ ജനങ്ങൾക്കിടയിൽ വികലമായി അവതരിപ്പിക്കുന്നതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം പൗരോഹിത്യം എന്നത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അനല്ലാഹ്, ഞാൻ അള്ളാഹുവാണ് എന്ന് വരെ CM പറഞ്ഞു എന്ന് വിളിച്ചു പറയുന്നിടത്തേക്ക്, പടച്ചവൻ എന്ന് പാടി പുകഴ്ത്തുന്നിടത്തേക്ക്, കുത്തുബുൽ അഖ്താബ് ഈ പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ട് എന്ന് വിശദീകരിക്കുന്നിടത്തേക്ക്, ഈ 17 ലോകങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു പുകഴ്ത്തുന്നിടത്തേക്ക്, അതിനപ്പുറത്ത് മനുഷ്യരുടെ ഭൗതിക ജീവിതത്തിലേക്ക് മരണത്തിനപ്പുറത്തും
ഇടപെട്ടുകൊണ്ട് നിയന്ത്രണാധികാരമുള്ള ആളുകളാണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയാ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് വിശ്വാസരംഗത്ത് മാലിന്യം വിതറിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളും മഖബറകളിലേക്കും ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും വിളിച്ചു കൊണ്ടുപോയി ഒരു സമുദായത്തെ വിശ്വാസപരമായി സാമ്പത്തികമായി കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന പൗരോഹിത്യം വിതറുന്ന ഫിത്നയുടെ കൂരിരുട്ടിലാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യൻസിലു അലൈക്കുമുൽ ഫിത്ന കഖിതഇൽ ലൈലിൽ മുളിം, രാവിൻ്റെ ഇരുളിൻ്റെ കഷ്ണങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ അന്ധവിശ്വാസങ്ങളും പുകമറകളും സൃഷ്ടിക്കപ്പെട്ട് സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് സത്യമേതെന്നറിയാതെ ഉഴറുന്ന സാധാരണക്കാരൻ്റെ വീർപ്പുമുട്ടലുകളാണ് കേരളത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ശരിയറിയാതെ ഉഴറുന്ന, ആരാണ് സത്യം, ആരാണ് സത്യത്തിൻ്റെ കക്ഷികൾ, ഏതാണ് പ്രമാണബദ്ധമെന്നറിയാതെ സാധാരണക്കാർ വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ യുസ്ബിഹുർ റജുലു മുസ്ലിമ വയുംസി കാഫിറ, നേരം വെളുത്തപ്പോൾ മുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരമായപ്പോഴേക്ക് കാഫിറായി പോകുന്ന, നരകത്തിൻ്റെ വിറകുകൊള്ളിയായി മാറുന്ന ദുരവസ്ഥയിലേക്ക് നാട്ടിലെ സാഹചര്യങ്ങൾ, ചർച്ചകൾ വഴിമാറുന്ന അഭിശബ്ദ കാലഘട്ടത്തിൻ്റെ ഭീകരമായ പ്രതിസന്ധിയെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിരുമൊഴിയിൽ അവതരിപ്പിച്ചത്. വെളുത്തപ്പോൾ, നേരം വെളുത്ത സമയത്ത് മുസ്ലിമായിരുന്നവൻ എങ്ങനെയാണ് കാഫിറായി വൈകുന്നേരമായപ്പോഴേക്ക് മാറിപ്പോകുന്നത്? ആശയം മാറി, നിലപാട് മാറി, ആദർശം മാറി, വിശ്വാസം മാറി. സത്യവിശ്വാസിയായി ജീവിച്ചവൻ ബഹുദൈവ വിശ്വാസിയായി മാറുന്നു, നിരീശ്വരവാദിയായി മാറുന്നു, ദുസ്വഭാവിയായി മാറുന്നു, ധാർമ്മിക രംഗത്ത് കൂപ്പുകുത്തി അങ്ങേയറ്റത്തെ മൂല്യച്യുതിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. എങ്ങനെ സംഭവിക്കുന്നു? അങ്ങനത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ ഇതത്ര നിസ്സാരമായ പ്രതിസന്ധിയായി നാം നോക്കിക്കാണേണ്ടതില്ല. മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ ജീവിക്കുന്നവരിലെ 73-ൽ 72 നരകത്തിലേക്കാണെന്ന് പറഞ്ഞാൽ, മണ്ണാർക്കാട് പ്രദേശത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ 999 വിശ്വാസത്തിൻ്റെ ആദർശത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ട് നരകമെന്ന് പറയുന്ന താക്കീതിന് വിധേയമാകുമെന്ന അതിശക്തമായ ഭീകരമായ പ്രതിസന്ധിയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ തുറന്നു വെച്ച കണ്ണുകളോടെ, കൂർപ്പിച്ചു വെച്ച കാതുകളോടെ, ഉണർന്ന മനസ്സോടുകൂടി വിശ്വാസരംഗത്ത് ആദർശ വായനയ്ക്ക് വേണ്ടി നാം തയ്യാറായിട്ടില്ലെങ്കിൽ പലപ്പോഴും ഈ പറയുന്ന ഭൗതികവാദികളുടെയും നിരീശ്വരവാദികളുടെയും മതപുരോഹിതന്മാരുടെയും മതചൂഷകന്മാരുടെയും അതേപോലെ തന്നെ ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളുടെയും അജണ്ടകൾക്ക് വിധേയമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എടുത്തെറിയപ്പെടുന്നതാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം തേടേണ്ടത് ഇത്തരത്തിലുള്ള വൈജ്ഞാനിക സദസ്സുകളിലൂടെയാണ്. പരിശുദ്ധ ഖുർആനിനെ പഠിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ തന്നെ നിരീശ്വര നിർമ്മിതവാദങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇവർക്ക് ഒരിക്കലും ഒരു അടിസ്ഥാനപരമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആശയത്തിൻ്റെ പിൻബലമില്ല. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം കൃത്യമായ ആശയത്തിൻ്റെ അടിത്തറയിൽ പണിത ഒരു മതമാണ്. ഇസ്ലാമിന് ജീവിതത്തിൻ്റെ സമ്പൂർണമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഒരു വ്യക്തിയുടെ വൈയക്തിക ജീവിതത്തിൻ്റെ രംഗത്താണെങ്കിലും, അയാളുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും, സാമ്പത്തിക ബന്ധവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, സമൂഹവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, തൻ്റെ ധാർമ്മിക രംഗത്താണെങ്കിലും, അയാളുടെ രാഷ്ട്രീയമായ ഭരണനിർവഹണ രംഗത്താണെങ്കിലും കൃത്യമായ നിയമങ്ങളെ, സന്തുലിതമായ ആശയത്തെ, ഒരു ജനപദത്തെ ശാന്തിയിലും സമാധാനത്തിലും സ്വസ്ഥതയിലും തുല്യനീതിയിലും കൊണ്ടു നടക്കാനുള്ള ജീവിതത്തിൻ്റെ സമ്പൂർണമായ ദർശനത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. നേരെ മറിച്ച് പലപ്പോഴും ഈ വിളിച്ചു പറയുന്ന ആളുകൾ, ലിബറൽ ചിന്തകളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പലപ്പോഴും LGBTQ ആക്ടിവിസത്തിലേക്ക് മുറവിളി കൂട്ടുന്നവർ, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നവർ, പക്ഷേ അതുവഴി ഉണ്ടാകുന്ന മാരകമായ ദുരന്തങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാനോ വിളിച്ചു പറയാനോ അവർക്ക് സാധിക്കുകയില്ല. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയം കേൾക്കാൻ നല്ല രസമുള്ള ആശയമാണ്. അത് കേൾക്കാൻ ഹരവും അത് പറയുന്നത് എനിക്ക് രസവുമായി മാറുന്നത് വരേക്കും
ആഭാസമാണ്. തൻ്റെ കൂടെ ജീവിക്കുന്ന, തൻ്റെ കൂടെ പഠിക്കുന്ന, കലാലയത്തിൽ തന്നോടൊപ്പം തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടിയോടൊത്ത് താൻ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ 5 കൊല്ലവും യാതൊരു ബോണ്ടുമില്ലാതെ, യാതൊരു കരാറുമില്ലാതെ സ്വൈര്യമായി ശരീരം പങ്കുവച്ച് കൺസെൻറ്റോടുകൂടി ജീവിക്കാമെന്ന് പറയുന്നൊരാശയം മനുഷ്യ ശരീരത്തിന് ഒരല്പം സുഖാസ്വാദനങ്ങളുടെ വാതിൽ തുറന്നു നൽകിയാലും അവിടെ നിഷേധിക്കപ്പെടുന്ന ധാരാളക്കണക്കിന് അവകാശങ്ങൾക്ക് പരിഹാരം നിർണ്ണയിക്കാൻ ഈ സുഖാസ്വാദനങ്ങളെ വാഗ്ദാനം ചെയ്യുന്നവർക്ക് കഴിയില്ല. അതിൽ പിറക്കുന്ന കുട്ടിയെ ആര് സംരക്ഷിക്കണം? ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊടാൻ നിനക്കെന്ത് അധികാരവും നിനക്കെന്ത് അവകാശവും നിനക്കെന്ത് അർഹതയുമാണുള്ളത്? കാരണം ഇസ്ലാം പറയുന്നത് തനിക്ക് വിഹിതമല്ലാത്ത ഒരു പെൺകുട്ടിയെ ശാരീരികമായി പ്രാപിക്കണമെങ്കിൽ അവളെ വിവാഹം കഴിക്കുകയും അവളുടെ പരിപൂർണമായ സംരക്ഷണം ഏറ്റെടുക്കുകയും അവളുടെ സുഖ ജീവിതത്തിലും സന്തോഷത്തിലും സങ്കടങ്ങളിലും ഒരുപോലെ ചേർന്ന് നിന്നുകൊണ്ട് അവളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യണമെന്ന അതിശക്തമായ ബാധ്യത ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ തുടരണമെങ്കിൽ ഒരു പുരുഷൻ്റെ മുന്നിൽ നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ അതിനപ്പുറത്ത് ഒരു പെൺകുട്ടിയെ ആര് സംരക്ഷിക്കും? അവളുടെ ഗർഭകാലത്ത് ആര് സംരക്ഷിക്കും? അവളുടെ കാലത്ത്, അവളുടെ വൈകല്യത്തിൽ, അവളുടെ പ്രയാസത്തിൽ, അവളുടെ ശാരീരിക അവശതകളിൽ അവളെ ആര് സംരക്ഷിക്കും? അവൾ പ്രസവിച്ച് കിടക്കുന്ന കാലത്ത് രക്ഷാനേത്രങ്ങളുമായി കാവലിരിക്കുന്ന കുഞ്ഞുമക്കളുടെ വളർച്ചാഘട്ടത്തിൽ അവൾ അതിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ സംരക്ഷണം ആര് ഏറ്റെടുക്കുമെന്ന ചോദ്യത്തിന് അതൊക്കെ ബീജം നിക്ഷേപിക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമേ ഒരു പുരുഷനുള്ളൂ. ബാക്കിയെല്ലാം ഒരു പെണ്ണ് നോക്കിക്കൊള്ളട്ടെ എന്ന് വെറും ഒരു പാഴ്വസ്തുവായി, സുഖാസ്വാദനത്തിൻ്റെ ചരക്കായി മാത്രം നോക്കിക്കാണുന്ന ഈ സ്വതന്ത്രവാദികളുടെ ഇത്തരത്തിലുള്ള ഈ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് കണ്ണുമഞ്ഞളിച്ച് താല്പര്യപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രണയമെന്ന് പറയുന്നത് വിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ആരോടും ആരുടെ മനസ്സിലും എപ്പോഴും തോന്നിയേക്കാം. അതുകൊണ്ട് അത്തരം ചിന്തകളിലൂടെ അതിൻ്റെ ഏത് അറ്റം വരെയും അത് ഒരു കേവലം കാണൽ മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് വരെ പോവാമെന്ന് യാതൊരു ബോണ്ടുമില്ലാത്ത ജീവിത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞു, പ്രണയിക്കണം, പ്രണയിക്കുന്നതിന് കൂലിയുണ്ട്, പ്രണയിച്ചാൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ പ്രണയിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. പ്രണയിക്കേണ്ടത് താൻ വിവാഹം കഴിച്ച പെണ്ണിനെയാണ്. അവളെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും നൽകി മനസ്സിൽ അവളെ നിറച്ച് അവളോടൊപ്പം ഒരു ജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ വൈകാരികമായ ആഗ്രഹങ്ങൾക്ക് ശമനവും അറുതിയും വരുത്തി സുഖാസ്വാദനത്തിൻ്റെ ധാർമ്മികമായ വിശുദ്ധ കാഴ്ചപ്പാട് പകർന്നു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനു പകരം ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകൾ കൊണ്ടുവന്നു കൊടുത്ത് അതുവരെ ഒരു ചിന്തയുമില്ലാത്ത കുട്ടികളെ ഒരു വലിയ വ്യഭിചാരത്തിൻ്റെ ലോകത്തേക്ക് തള്ളിവിട്ട് അവരുടെ ജീവിതത്തെ വെറും ഒരു ഉപയോഗപ്പെടുത്തിയ പാഴ്വസ്തുവാക്കി മാറ്റുന്ന തരത്തിലാണ് പലപ്പോഴും ഈ ആശയക്കാരൊക്കെ രംഗത്ത് വരുന്നത്. അപ്പം നമുക്കറിയാം, ഒരു വിദ്യാലയത്തിൽ എന്തെങ്കിലും ഒരു നല്ല ആശയം പറയണമെങ്കിൽ ഉടനെ തന്നെ ഇന്ന സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നു, ഇന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സിനിമയിലെ ഡയലോഗുകളാണ് റോൾ മോഡലായി പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. ആ സിനിമയുടെ ലോകത്താണ് ഇന്ന് ഹേമ കമ്മിറ്റിയുടെ ഈ അന്വേഷണ റിപ്പോർട്ടും അവർ സമർപ്പിച്ച പരാതിയും പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു പെൺ സുരക്ഷയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള സാഹചര്യവും ഇല്ലാത്ത വിധത്തിൽ പലപ്പോഴും ഈ രംഗത്ത് ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന സ്ത്രീ സമൂഹത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു സംവിധായകൻ്റെ മുറിയിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആങ്ങളെയോ ഞങ്ങളുടെ ഉപ്പയോ ഉണ്ടാവണമെന്ന് പറയുന്നിടത്തേക്ക് ഈ രംഗത്തെ ആളുകൾ രംഗത്ത് വന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ഒരു രാത്രിയും ഒരു പകലും നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഒരു മെഹറമായ വ്യക്തി നിന്റെ കൂടെയുണ്ടാകണമെന്ന് ഇസ്ലാം പറഞ്ഞപ്പോൾ അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയമാണെന്ന് വിളിച്ചു പറഞ്ഞവർ, അതൊക്കെ പലപ്പോഴും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞവർ, ഇതാ നിങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും പുറത്തേക്ക് ഇറങ്ങണ്ടേ, നിങ്ങൾക്ക് ആരും ഒരാൺ തുണയുമില്ലാതെ നിങ്ങൾക്ക് സിനിമയ്ക്ക് പോണ്ടേ, ഏത് ജോലിയുടെ ഉന്നത തലങ്ങളിലും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വേണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാണ് വെറും ഒരു പുരുഷൻ്റെ അടിമയായി കഴിയുന്നത് എന്ന് ചോദിച്ച് യാതൊരു സുരക്ഷയുമില്ലാത്ത
ഇടങ്ങളിലേക്ക് സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്ന് അവളുടെ വ്യക്തിത്വവും അവളുടെ സ്വത്വതയും അവളുടെ സ്വച്ഛതയും നശിപ്പിച്ച ഇത്തരം സ്വതന്ത്രവാദികൾ ഇപ്പോൾ അനുഭവിക്കുന്ന, ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഈ പരാതിക്ക് എന്ത് പരിഹാരമാണ് അവർക്ക് പറയാനുള്ളത്? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. പെണ്ണ് എന്നുള്ള നിലക്ക് ഒരു പെൺവർഗത്തെ ഇത്രയേറെ പരിഗണിച്ച ഒരു മതം, ഒരു പ്രത്യയശാസ്ത്രം ഈ ലോകത്ത് നമുക്ക് വേറെ കാണാൻ കഴിയില്ല. പക്ഷേ വളർന്നു വരുന്ന +2കാരിക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഡിഗ്രിക്കാരിക്ക് അത് മനസ്സിലാവുന്നില്ല. അരുതേ എന്ന് ശാസിക്കുന്ന മാതാപിതാക്കൾ അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രുവായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അവരോട് പാടില്ലെന്ന് ഉപദേശിക്കുന്ന അധ്യാപകന്മാർ സദാചാര ഗുണ്ടായിസമായി അതിനെ വായിച്ചെടുക്കുന്നു. അരുതേ എന്ന് പറയുന്ന കാരണന്മാർ അവർക്കിന്ന് വലിയ വേദനയും അവരുടെ വഴിയിലെ സ്വൈര ജീവിതത്തിൻ്റെ തടസ്സവുമായി നോക്കിക്കാണുകയാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരിയുടെ ജീവിത സുരക്ഷയെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലോകോത്തര കാര്യങ്ങൾ, ആഗോള കാര്യങ്ങൾ ഒരു സമൂഹത്തോട് പറയാനുണ്ട്. എന്നാൽ അവിടെ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം, അലാ വസ്തൗസൗ ബിൻ നിസാ ഫഇന്നഹുന്ന അവാനുൻ ഇൻദകും, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങളോട് ഞാൻ ചില വസിയത്തുകൾ നൽകുന്നു. അവരുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. നിങ്ങളുടെ വീടകങ്ങളിൽ ഒരു തടവറയിൽ കഴിയുന്നത് പോലെ ജീവിക്കുന്ന ആ പാവങ്ങളോട് അവകാശങ്ങൾ നിഷേധിക്കരുത് എന്നാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിച്ച പ്രവാചക പുങ്കവൻ്റെ അതിമനോഹരമായ ശബ്ദം ഈ ലോകത്ത് മുഴങ്ങിക്കേട്ടത്. അവിടെ പറഞ്ഞ ഒരു ഉമ്മ എന്നുള്ള നിലക്ക്, ഒരു മകള് എന്നുള്ള നിലക്ക്, ഒരു സഹോദരി, ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു അന്യ സ്ത്രീ എന്നുള്ള നിലക്ക് ഒരു സഹോദരിയുടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ആ മാതാവിന് വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളിൽ ഒരു മനുഷ്യൻ്റെ സ്വർഗമുണ്ട് എന്നും ഒരു ദൈവത്തിൻ്റെ തൃപ്തിയുണ്ട് എന്നും പഠിപ്പിക്കുക വഴി തൻ്റെ ജീവിതം മുഴുവൻ ഉമ്മയെന്ന് പറയുന്ന ആ പുണ്യമരത്തിന് സമർപ്പിക്കുവാൻ കൽപ്പിക്കുക വഴി മാതാവിനെ ആദരവിൻ്റെ അരമനയിൽ പരിലസിക്കുമാറ് പരിഗണിച്ച മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഭാര്യ എന്നുള്ള നിലക്ക് ഒരു സഹോദരി വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഒരു പെണ്ണിന് പുരുഷനോട് എന്തെല്ലാം കടമകളുണ്ടോ സമാനമായ കടമകൾ ഒരു പുരുഷന് ഒരു പെണ്ണിനോടുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക വഴി ഒരു പെൺജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഇസ്ലാം പരിഗണിച്ചു. ഭർതൃമതിയായ പെണ്ണിന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗം തന്നെ മുതസവ്വിജാത്ത് എന്നതല്ല, മുഹ്സനാത്ത് എന്നതാണ്. മുഹ്സനാത്ത് എന്ന പദം അവൾക്ക് നേടിക്കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ഹിസ്ന് എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം. മക്കാനു യതഹസ്സനു ഫീഹിൽ ഖൗമു മിനൽ അദുവ്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ച് ഒരു കോട്ട മതിലിൻ്റെ ഉള്ളിൽ, വലിയ ഒരു കരിങ്കൽ കോട്ടക്കുള്ളിൽ ഒരാൾ എത്രത്തോളം സുരക്ഷിതമായി അഭയം തേടുന്നുവോ സമാന സുരക്ഷിതത്വം ഭർതൃവീട്ടിൽ ഭർതൃമതിയായ ഒരു പെണ്ണിനുണ്ടായിരിക്കണമെന്ന് അവകാശത്തെ വകവെച്ച് നൽകിക്കൊണ്ടാണ് മുഹ്സനാത്ത് എന്ന പദപ്രയോഗം പോലും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായി കാണാം. ഭർതൃമാതാവിൻ്റെയോ ഭർതൃപിതാവിൻ്റെയോ ഭർതൃ സഹോദരിമാരുടെയോ ഭർതൃ സഹോദരന്മാരുടെയോ ഒരു നിലക്കുമുള്ള ഉപദ്രവമോ ഒരു പീഡനമോ ഇല്ലാതെ, ഒരു മാനസികമായി പ്രയാസപ്പെടുത്താതെ ഒരു പെൺജീവിതത്തെ സുരക്ഷിതത്വത്തോടെ സംരക്ഷിക്കണമെന്ന കൽപ്പനയാണ് വൽമുഹ്സനാത്തു മിനൻ നിസാ എന്ന പദപ്രയോഗത്തിലൂടെ സഹോദരിമാരുടെ വിഷയത്തിൽ ഇസ്ലാം വകവെച്ചു കൊടുത്ത അവകാശം എന്ന് പറയുന്നത്. ഒരു പുരുഷൻ തിന്നുന്നുവെങ്കിൽ ആ പെണ്ണിൻ്റെയും വിശപ്പടക്കണം. ഒരു പുരുഷൻ വസ്ത്രമുടുക്കുന്നുവെങ്കിൽ ആ പെണ്ണിനെയും വസ്ത്രമുടുപ്പിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവളുടെ അവകാശത്തെ, അവളുടെ അധ്വാനത്തെ ഒരു പുരുഷൻ്റെ തണലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സുരക്ഷിതമായ ഒരു മേൽച്ചിൽപ്പുറത്ത് പരിഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ണ് കണ്ട പുരുഷന്മാരുടെ കൂടെ ലിബറൽ ആശയങ്ങളെ എടുത്തു പറഞ്ഞ് ശരീരം പങ്കുവച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് തരം താഴ്ന്നാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഒരു പെണ്ണിന് നേടിയെടുക്കാൻ സാധിക്കുക? അവളെ ഈ പുരുഷൻ നോക്കിക്കാണുന്നത് തൻ്റെ സുഖാസ്വാദനത്തിൻ്റെ ഒരു പാഴ്വസ്തു മാത്രമായിട്ടാണ് എന്നത് ഇത്തരം ആശയങ്ങൾ പറഞ്ഞ്
തങ്ങളെ വശീകരിച്ച് കൊണ്ടുപോകുന്നവരുടെ വിഷയത്തിൽ ഒരു പെണ്ണിന് തിരിച്ചറിയാനുള്ള തലച്ചോറുണ്ടാകണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വളർത്തുക എന്നതല്ല ഇസ്ലാം പരിഗണിച്ചത്, അവൾക്ക് ജനിക്കാനുള്ള അവകാശം നൽകി എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഒരു സാമൂഹിക പശ്ചാത്തലം നാം കണ്ടതാണ്. പിറന്നു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ കിട്ടിയാൽ ജീവനോടെ കുഴിച്ചു മൂടി അവളാണ് എന്ന് കണ്ടാൽ മുഖം കരുവാളിച്ച് നിന്ദിത കൊണ്ട് അനാവരണം ചെയ്ത് പതിത്വവും അപമാനവും പേറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു കാലഘട്ടം സഹോദരിമാർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവൾക്ക് പിറന്നു വീഴാനും അവൾക്ക് വളരാനും അവളെ വളർത്തുന്നതിന് ഒരു സ്വർഗീയ പുണ്യമായി പരിഗണിച്ച് അവൾക്ക് സ്വത്തവകാശമടക്കം വകവെച്ചു കൊടുത്ത ഇസ്ലാം സഹോദരിമാരെ ഒരിക്കലും ഒരു തടവറക്കുള്ളിൽ അടച്ചുപൂട്ടുകയല്ല ചെയ്തത്. ആർക്കെങ്കിലും പെൺകുട്ടി ജനിച്ച് ആ പെൺകുട്ടിയെ ധാർമ്മിക പരിശുദ്ധിയിൽ വിശ്വാസ വിശുദ്ധിയിൽ കാവലിരുന്ന് വളർത്തി ഒരു പുരുഷായുസ് മുഴുവൻ പെൺജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചാൽ അയാൾക്ക് നേടിക്കിട്ടുന്നത് സ്വർഗപൂങ്കാവനമാണ് എന്നതാണ്. സുരക്ഷിതമായ കൈകളിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പിതൃധർമ്മത്തിന്, ഒരു മാതൃധർമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം മരണാനന്തര ജീവിതത്തിലെ മരണമില്ലാത്ത സ്വർഗലോകമാണ്. അത്രത്തോളം ഒരു പെൺകുട്ടിയെ അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് ഒരു ഉപ്പയെന്ന് പറയുന്ന ആ തണൽ മരം തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന് പറയുക വഴി എത്രത്തോളം ഒരു പെൺജീവിതത്തെ ഇസ്ലാം സുരക്ഷിതമായി പരിഗണിച്ചു. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ തനിക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിനെ താൻ തന്നെ വളർത്തേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക്, ലിബറൽ ആശയങ്ങളിലേക്ക് എടുത്തു ചാടി മാതാപിതാക്കൾ എൻ്റെ വിവാഹത്തിൽ ഇടപെടണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നുവെങ്കിൽ അത് എൻ്റെ കണ്ണിൽ കണ്ട ഒരു പുരുഷൻ, അത് ഏത് നിലക്കുള്ള ഏത് അർത്ഥത്തിൽ സ്ത്രീലംഘനനാണെങ്കിലും അതേപോലെ തന്നെ കാമക്കഴുക കണ്ണുകളുമായി മനുഷ്യമക്കളെ വഴിപിഴപ്പിക്കാൻ നടക്കുന്നവനാണെങ്കിലും അവൻ്റെ കൈത്തണ്ടയിൽ കുറച്ച് മാംസവും ശാരീരിക വടിവും മതി, ഞാൻ തിരഞ്ഞെടുക്കുന്ന പുരുഷന്റെ മാനദണ്ഡം അതാണെന്ന് പറയുന്ന പുതിയ തലമുറക്ക് മുന്നിലാണ് നിന്റെ ജീവിതം ഒരു പാഴ്വസ്തു പോലെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഇത്തരം ആശയങ്ങളിലേക്ക് കണ്ണുമഞ്ഞളിച്ച് പോവേണ്ടതില്ല എന്നതാണ് ഈ കലുഷിത കാലാവസ്ഥയിൽ ഇസ്ലാമിന് പറയാനുള്ളത്. നിനക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ വളരാനുള്ള നല്ല പരിസരം നൽകി സംരക്ഷിച്ച ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്റെ ജീവിതത്തിൻ്റെ താളത്തെ നിയന്ത്രിച്ച അള്ളാഹുവിൻ്റെ ആ പുണ്യമായ ആശയത്തെ പുൽകണമെന്നതാണ് സഹോദരിമാരോട് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഒരു പെങ്ങള്, തനിക്കായി ഒരു പെങ്ങളുണ്ടായി ആ പെങ്ങൾക്ക് വേണ്ടി അവളുടെ വിവാഹം കഴിയുന്നത് വരെ അവളെ സംരക്ഷിക്കുകയും അവളെ നോക്കുകയും ചെയ്യുന്ന ആങ്ങളമാരെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സ്വർഗപൂങ്കാവനമാണ്. ഇങ്ങനെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയമായ സന്തോഷങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഒരു സഹോദരിയുടെ ജീവിതത്തെ ഇസ്ലാം പരിഗണിച്ചത്. ഒരർത്ഥത്തിൽ എല്ലാ സ്ത്രീകൾക്കും നിർഭയത്വം ഉറപ്പുവരുത്തുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അന്യ പെണ്ണിനെ കണ്ടാൽ നീ കാമാസക്തിയോടുകൂടി അവളെ നോക്കരുത്, നിന്റെ കണ്ണുകളെ താഴ്ത്തണമെന്നൊരു പുരുഷനോട് കൽപ്പിക്കുക വഴി നിനക്ക് കണ്ണുകൊണ്ട് ആസ്വദിക്കുവാനുള്ള ഒരു പബ്ലിക് പ്രോപ്പർട്ടിയല്ല പെണ്ണ് എന്ന് അള്ളാഹു അവരെ പരിഗണിച്ചിട്ടുണ്ട്. അന്യമതക്കാരായ ആളുകളുടെ പെൺകുട്ടികൾ കലാലയങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ മതമോ വിശ്വാസമോ പോലും പരിഗണിക്കാതെ പെണ്ണായാൽ മതി എന്ന താല്പര്യപൂർവ്വം ഒരു പെണ്ണിൻ്റെ പിന്നാലെ ഈ പറയുന്ന പ്രണയാഭ്യർത്ഥനകളുമായി നടന്ന് അന്യ സമുദായക്കാരായ ആളുകളുടെ പെൺകുട്ടികളുടെ ജീവിത സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിലപാടുകൾ ഒരു സാമൂഹികമായി ജീവിക്കുന്ന മുസൽമാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ആദരവോടുകൂടി സംസാരിച്ച് വ്യക്തിത്വത്തെ അംഗീകരിച്ച് നീതി ഉറപ്പുവരുത്തി അവകാശവും സുരക്ഷിതത്വവും വകവെച്ചു കൊടുത്തുകൊണ്ടാണ് ഈ സമൂഹത്തിലെ സഹോദരിമാരോട് ഒപ്പം ജീവിക്കേണ്ടത് എന്ന് ഇസ്ലാം പറയുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ ധാർമ്മികമായ കൃത്യമായ കാഴ്ചപ്പാടിനെയാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാട് പുൽകാത്ത ഏതൊരു തിന്മയുടെ വഴികളെ തിരഞ്ഞെടുത്താലും അള്ളാഹു അതിൻ്റെ മുമ്പിൽ അതിശക്തമായ ശിക്ഷ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഈ വിഷയത്തിലുള്ള കോപത്തെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഈ ലിബറലിസം വീടിൻ്റെ പടികേറി കിടപ്പുമുറിയിൽ അടുക്കളയിൽ വരെ ഇടം പിടിച്ചതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ധാർമ്മിക പരിശുദ്ധിക്ക് വില കൽപ്പിക്കാത്ത വിധത്തിൽ ജീവിത സംസ്കാരങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെയും ഏത് ബസ്സിലും ഏത് ട്രെയിനിലും കയറിയിരിക്കാം,
ആരോടൊപ്പവും ചാരി നിൽക്കാം, ആർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, ആരെയും കെട്ടിപ്പിടിക്കാം, ഹഗ് ചെയ്യാം, കൂടെ പഠിക്കുന്ന ആരോടൊപ്പവും ആ തരത്തിലൊക്കെ പെരുമാറാമെന്ന് ഇത്തരം സ്വതന്ത്രവാദങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇതിലോടൊക്കെയുള്ള ഈ പ്രപഞ്ചം പടച്ചു പോറ്റുന്ന സൃഷ്ടാവിൻ്റെ വെറുപ്പ് എത്രത്തോളമുണ്ട് എന്ന് വായിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയ ജീവനും അള്ളാഹു നൽകിയ ജീവിതവും അള്ളാഹു നൽകിയ ജീവിത വിഭവങ്ങളും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ആ പടച്ച റബ്ബിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ വഴിതെറ്റി അധർമ്മങ്ങളിലേക്ക് കൂപ്പുകുത്താതെ ജീവിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. നോക്കൂ നിങ്ങൾ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ റഅയ്തു അജ്നബിയൻ മഅ ഇംറാത്തി ലളറബ്തുഹു ബിസൈഫ്. എൻ്റെ ഇണയുടെ കൂടെ, എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു അന്യ പുരുഷനെ ഞാൻ അസ്വാഭാവിക സാഹചര്യത്തിൽ കണ്ടാൽ ലളറബ്തുഹു ബിസൈഫ്, വാളുകൊണ്ടവനെ ഞാൻ വെട്ടിക്കളയുമെന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു. സഅദ് ഇത്രത്തോളം വൈകാരികമായി ധാർമ്മികമായ രോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു. അയാളുടെ ഇണയുടെ കൂടെ അസ്വാഭാവിക സാഹചര്യത്തിൽ ഒരു പുരുഷനെ കണ്ടാൽ കൊന്നുകളയുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ ഗിയറു മിൻഹു അതഅജബൂന മിൻ ഗിയറത്തി സഅദ്. സഅദിൻ്റെ ഈറ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടെങ്കിൽ അനാ ഗിയറു മിൻഹു, സഅദിനെക്കാളേറെ ആ വിഷയത്തിൽ ഞാനാണ് വെറുപ്പുള്ളവൻ. വല്ലാഹു അഗിയറു മിന്നി, എന്നെക്കാൾ വെറുപ്പ് ഈ വിഷയത്തിൽ അള്ളാഹുവിനുണ്ട് എന്നതാണ്. ആ ഹദീസിൻ്റെ ശറഹ് പരിശോധിച്ചാൽ കാണാം, ബിനളറത്തിൻ, കാമക്കഴുക കണ്ണുമായി നോക്കി നിൽക്കുകയോ പ്രേമ പരവശനായി അനുരാഗ വിലോചനനായി ഒരു പെണ്ണിനെ നോക്കി നിൽക്കുകയോ, ഔ കലാം, അതല്ലെങ്കിൽ പ്രേമസല്ലാപങ്ങളിലോ കിന്നാര വർത്തമാനങ്ങളിൽ ഏർപ്പെടുകയോ, ഔ ഗൈരി ദാലിക, അതല്ലാത്ത രൂപത്തിലുള്ള അസ്വാഭാവിക പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വെറുപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിനെ ശറഹ് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ തോളിലും കയറിയിരിക്കാം, ആരുടെ മടിയിലും കയറിയിരിക്കാം, എന്നിട്ടങ്ങനെ പറയാൻ, എന്താ ഇരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? എന്നിട്ടൊരു പുരുഷൻ്റെ മടിയിൽ കയറിയിരുന്നിട്ട് പറയാണ് ഇത് സൗഹാർദ്ദമാണ് എന്ന്. ഒരു സിംഹത്തിൻ്റെ മടിയിൽ കയറിയിരുന്ന് ഒരു മാൻപേട പറയാൻ ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയനാണ് എന്ന് പറഞ്ഞാൽ അതെത്രത്തോളം യുക്തിരഹിതവും പരിഹാസ്യവുമാണോ? അതിനേക്കാളേറെ പരിഹാസ്യമാണ് ഒരു പുരുഷൻ്റെ മടിയിലും അയാളുടെ ചാരത്തും തൊട്ടുറുമിയും മുട്ടുരസിച്ചും ഒരു പെണ്ണ് കയറിയിരിക്കുന്നത്. കാരണം അതിലൊരു പുരുഷൻ ആസ്വാദനമുണ്ട്. അത് അല്ലാഹു സൃഷ്ടിപരമായി അവൻ്റെ ശരീരത്തിൽ നിക്ഷേപിച്ച അവൻ്റെ സവിശേഷമായ സ്വഭാവമാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, സ്ത്രീകളോടുള്ള പ്രത്യേകമായ കാമാസക്തിയും അവളോടുള്ള താല്പര്യവും ഒരു പുരുഷൻ്റെ മനസ്സിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുരുഷനെ ചാരിയിരുന്നാൽ, അയാളുടെ മടിയിൽ കയറിയിരുന്നാൽ അതിലൊരു ലൈംഗികമായ ആസ്വാദനമുണ്ട്. അതിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖമെടുക്കലുണ്ട്. ഒരു പെണ്ണിൻ്റെ ചുണ്ടും ഒരു പെണ്ണിൻ്റെ ഗന്ധവും ഒരു പെണ്ണിൻ്റെ കാർക്കൂന്തലും ഒരു പെണ്ണിൻ്റെ കൊഞ്ചിക്കുഴയലും ഒരു പുരുഷൻ്റെ ഹൃദയത്തിലെ വൈകാരികമായ ആവേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് തനിക്ക് വിഹിതമല്ലാത്ത ഒരു പുരുഷൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ ധാർമ്മികമായ കാഴ്ചപ്പാട് അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടും, അവളുടെ ദേഹത്ത് കയറിപ്പിടിക്കും, അവളോട് അപമര്യാദയായി പെരുമാറും, അവളുടെ സ്വകാര്യതകൾ പകർത്തും, അവളുടെ സ്വകാര്യതകളിലേക്ക് എത്തിക്കേറി വരും, അവളുടെ വീടകങ്ങളിലേക്ക് വരെ അവൻ്റെ ശല്യമെത്തും. അവസാനം അവൾ പാഴ്വസ്തുവായി ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഒരു പെൺജീവിതം കശക്കേറിയപ്പെടാതിരിക്കാൻ, അവളുടെ വ്യക്തിത്വം നശിക്കാതിരിക്കാൻ, ധാർമ്മികമായ പരിസ്ഥിതിയിൽ അവൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതത്തെ അള്ളാഹു കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അതുകൊണ്ട് തന്നെ ഇത്തരം തിന്മകളോട് അകലം പാലിക്കാനാണ് ഒരു മുസൽമാൻ ഇത്തരം ഒരു കലുഷിതമായ സാഹചര്യത്തിൽ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും വ്യഭിചാരത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന് ആസ്വാദനത്തിൻ്റെ ലോകത്തിലേക്ക് ക്ഷണിക്കാൻ സ്ത്രീകൾ തന്നെ മുൻകൈയെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. അവിടെയാണ് സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിയമങ്ങളെ പുൽകുക വഴി നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഒരു വ്യക്തി ഇത്തരം തിന്മകളിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ അത് അയാളുടെ ആരാധനയെ ബാധിക്കുന്നതാണ്, അത് അയാളുടെ വ്യക്തിപ്രഭാവത്തെ ബാധിക്കുന്നതാണ്,
അത് അയാളുടെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അതൊരു സാമൂഹിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്നതാണ്. അതിനപ്പുറത്ത് അയാളുടെ മരണത്തെ ബാധിക്കുന്നതാണ്. പള്ളിക്കാട്ടിലെ മീസാങ്കല്ലിൻ്റെ ചുവട്ടിലെ മണ്ണിൻ്റെ ഇരുട്ടിൻ്റെ ശിക്ഷയുടെ പുഴുക്കളുടെ വീട്ടിൽ ആറടി മണ്ണിലെ ജീവിതത്തിൽ, നൂറ്റാണ്ടുകൾ ദൈർഘ്യമുള്ള ജീവിതത്തിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്നതാണ് ഉദാര ലൈംഗികതയും ഫ്രീ സെക്സും ലിബറൽ സെക്സും എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് പരലോകത്ത് പുഴുത്ത് പഴുത്ത ശരീരവും പേറി ദുർഗന്ധം വമിച്ച് പടച്ചോന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാതിന്മയാണ്. അത് ലിബറൽ സെക്സ് ആണെങ്കിലും, അത് ഫ്രീ സെക്സ് ആണെങ്കിലും, അത് വ്യഭിചാരമാണെങ്കിലും, അത് ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും, അത് മൃഗരതിയാണെങ്കിലും, അത് ശിശുരതിയാണെങ്കിലും, അത് ശവഭോഗമാണെങ്കിലും, ലൈംഗിക ആസ്വാദനത്തിൻ്റെ അള്ളാഹു അനുവദിച്ചു തരാത്ത ഏത് മാർഗത്തെ ഒരാൾ സ്വീകരിച്ചാലും നാളെ ലൈംഗിക അവയവം പഴുത്തിട്ടാണ് പരലോകത്ത് എത്തിച്ചേരുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിശക്തമായ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം നിഷേധിക്കപ്പെടാൻ അള്ളാഹു ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞ ഇത്തരം മരുതായ്മകൾ കാരണമാകുമെന്നത് നാം ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ബോധ്യത ഉണ്ടാവേണ്ടത് തന്നെയാണ്. അതിനുമപ്പുറത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്തുകൊണ്ട് ഇത്തരം ചതിക്കുഴികളിൽ ചെന്നുപെടുന്നു? അതിൻ്റെ കാരണം ഒന്ന് ദൈവബോധമില്ലാഞ്ഞിട്ടാണ്. ദൈവബോധത്തെക്കുറിച്ച് മുസൽമാൻ കാത്തു സൂക്ഷിക്കേണ്ട ഒരു നല്ല ബോധമുണ്ട്, അത് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു കാഫിറിൻ്റെ തലച്ചോറുകൊണ്ടാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുന്നവൻ്റെ തലച്ചോറ്, ഈ വായുവിനെ നൽകിയ ദൈവത്തെ നിഷേധിക്കുന്നവൻ്റെ തലച്ചോറ്, വെള്ളം നൽകുന്ന ദൈവത്തെ നിഷേധിക്കുന്നവൻ്റെ തലച്ചോറ് കൊണ്ടാണ് പലപ്പോഴും ഒരു മുസൽമാൻ ചിന്തിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ആരാധിക്കുന്നത് അടിമകളെയല്ല, നമ്മൾ ആരാധിക്കുന്നത് സൃഷ്ടികളെയല്ല, നമ്മൾ ആരാധിക്കുന്നത് മരിച്ചു പോകുന്നതിനെയല്ല, നമ്മൾ ആരാധിക്കുന്നത് വിസർജിക്കുന്നതിനെയല്ല, നമ്മൾ ആരാധിക്കുന്നത് പുഴുവരിക്കുന്നതിനെയല്ല, നമ്മൾ ആരാധിക്കുന്നത് കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കൊത്തിവെക്കപ്പെട്ട വസ്തുക്കളെയല്ല, നമ്മൾ ആരാധിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണ്. ആ ദൈവവിശ്വാസത്തിൻ്റെ സ്വച്ഛബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. രണ്ടാമത്തേത്, ഈ ജീവിതം ശാശ്വതമല്ല, ഇതിനപ്പുറത്തൊരു പരലോകമുണ്ട്. അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. മനുഷ്യ മക്കളെ മുഴുവൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. മനുഷ്യൻ്റെ മുഴുവൻ ചെയ്തികളും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടും. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ കുഴിച്ചു മൂടപ്പെട്ട ആ മണ്ണിൽ നിന്ന് തൻ്റെ കയ്യിൽ കിട്ടിയ ദ്രവിച്ച എല്ലിൻ കഷ്ണങ്ങൾ കയ്യിലെടുത്ത് ഊതിപ്പാറ്റി മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചിട്ടുണ്ട്, ഐദാ മിത്നാ വകുന്നാ തുറാബൻ, ഞങ്ങളൊക്കെ മണ്ണായി ശേഷം വീണ്ടും പുനർജനിപ്പിക്കുമെന്നാണോ പറയുന്നത്? എത്ര വിദൂരമായ മടക്കമാണത് താൻ. പക്ഷേ അള്ളാഹു അവരോട് പറഞ്ഞു, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചില്ലേ മിൻ നുത്ഫ, സ്രവിച്ച് തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ, വൃത്തികേട് എന്ന് മനുഷ്യൻ വായിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചതിലേക്ക് മനുഷ്യ ശ്രദ്ധ കൊണ്ടുവന്നു. വല്ലറബലനാ മസലൻ വനസിയ ഖൽഖ, എന്നെ ഉദാഹരിക്കാൻ ശ്രമിക്കുന്നു. അവൻ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചോ അവനൊരു അസ്തിത്വവുമില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ചോ അവൻ ചിന്തിക്കുന്നില്ല. എന്നിട്ട് അവൻ ചോദിക്കാൻ മയ്യുഹയിൽ ഇല്ലാമ വഹിയ റമീം, എങ്ങനെയാണ് ഈ ദ്രവിച്ച എല്ലുകളൊക്കെ വീണ്ടും പുനർജീവിപ്പിക്കുക എങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്ക്, ഖുൽ യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ തവണ ഇതിനൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ തന്നെയാണ്, മനുഷ്യവർഗത്തിന് സൃഷ്ടിപ്പ് നൽകിയവൻ തന്നെയാണ്. ദ്രവിച്ച എല്ലിൽ നിന്ന് മനുഷ്യനെ പുനർനിർമ്മിക്കുക എന്ന് അവനോട് പറഞ്ഞു കൊടുക്കേ എന്ന് ശാസ്ത്രീയമായി പരിശുദ്ധ ഖുർആൻ അതിനെ സമർത്ഥിക്കുന്നുണ്ട്. തള്ള വിരൽ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്, ബലാ ഖാദിരീന അലാ നുസവിയ ബനാന, നിന്റെ വിരൽ തുമ്പ് ശരിപ്പെടുത്താൻ 800 കോടി മനുഷ്യരെ ഈ കാണുന്ന കരവിരുതോടുകൂടി ഇത്ര മനോഹരമായി സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പുനർജീവിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറത്ത് നീ മരിക്കുമെന്ന് നിനക്കുറപ്പല്ലേ, എന്നാൽ നിന്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നടന്നത് നിനക്കറിയാമോ? അത് പഠിപ്പിച്ചു കൊടുത്ത് ഇതിനുശേഷം മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്നവനോട് പറഞ്ഞിട്ടുണ്ട്. തരിശായി നിൽക്കുന്ന മൊട്ടക്കുന്നുകളെ ചൂണ്ടി, മഴ പെയ്ത് ഊർവരമാകുന്ന പ്രക്രിയയെ ചൂണ്ടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇതാ തരിശായ ഭൂമിയെ ഇതുപോലെ പുല്ലുമുളച്ച് സജീവമാക്കിയ അള്ളാഹുവിന് മനുഷ്യ മക്കളെ ശവപ്പറമ്പുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന്. അന്നത്തെ ദിവസം കോടിക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ അവകാശം നേടിക്കിട്ടുന്ന ദിവസമാണ്.
പീഡിത വർഗത്തിന്, ജയിലറകളിൽ ക്രൂരതമായി പീഡിപ്പിക്കപ്പെട്ട് വാവിട്ട് കരയുന്നവർക്ക് അവരുടെ അവകാശം നേടിക്കിട്ടുന്ന ദിവസമാണ്. മുസ്ലിമായി പിറന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നീതി നേടിക്കിട്ടുന്ന ദിവസമാണ്. അങ്ങനത്തെ ഒരു ദിവസം ദൈവത്തിൻ്റെ കോടതിയിൽ വരാനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസൽമാന് ഓരോ ചുവടും സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് വെക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സകല തിന്മകളിൽ നിന്നും വിട പറഞ്ഞ് അള്ളാഹുവിനെ വിശ്വസിച്ച്, അള്ളാഹുവിൻ്റെ മതത്തിൽ വിശ്വസിച്ച്, അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ തൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ചുവട് മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ഇതറിയാതെ ഈ പറയുന്ന ഫാഷിസ്റ്റുകളുടെയും ലിബറലുകളുടെയും പൗരോഹിത്യത്തിൻ്റെയും ചൂഷണത്തിൽ പൊറുതിമുട്ടുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗം നമുക്ക് മുന്നിലുണ്ട്. അവർക്കിടയിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഈ പ്രോഗ്രാം ഇതിന് ലക്ഷങ്ങൾ ചിലവഴിച്ചാലും ശരി അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹിദായത്ത് ഈ പ്രപഞ്ചത്തെക്കാൾ വിലമതിക്കുന്നതാണ് എങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത് ജനങ്ങളുടെ ഇരുട്ട് നീക്കലും അന്ധത മാറ്റിക്കൊടുക്കലുമാണ്. അവരുടെ വിശ്വാസ രംഗത്ത്, അവരുടെ ധാർമ്മിക രംഗത്ത് കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചു കൊടുക്കലാണ്. അവിടെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരുടെ അതിശക്തമായ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങുമ്പോഴും തുളച്ചു കയറുന്ന ചാട്ടുളികൾ വേദനയായി മനസ്സിൽ വന്ന് കൊള്ളുമ്പോഴും ഒരു മനുഷ്യനും നരകത്തിൽ ആപതിക്കരുതേ എന്ന ഹൃദയം തുറന്ന അവരോടുള്ള ഗുണകാംക്ഷയും സ്നേഹവുമാണ് ഇത്രയേറെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ നാം തയ്യാറായിട്ടുള്ളത്. ലിബറലുകൾ ഒരുക്കുന്ന ചതിക്കുഴികളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഈ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാവുക എന്നത് ഈ ഇരിക്കുന്ന ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാലം സത്യമാണെങ്കിൽ, മനുഷ്യനൊരു ജീവിതം സത്യമാണ് എങ്കിൽ മനുഷ്യർ തോറ്റുപോകുന്ന ഒരു ദിവസമുണ്ട്. സത്യം ഉപദേശിക്കാത്ത, ക്ഷമ ഉപദേശിക്കാത്തവരെല്ലാം പരാജിതരുടെ ലിസ്റ്റിൽ പെട്ടുപോകുന്ന ഒരു ദിവസം. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, ഈ ആദർശത്തെ സ്നേഹിക്കുന്ന, നൂറ്റാണ്ടുകാലം മുജാഹിദ് കേരളം എന്താണോ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് അതിലൊരല്പം പോലും മാറ്റം വരുത്താതെ, ഒരു കുംഭസാരത്തിൻ്റെ അവസ്ഥ പോലും ഇല്ലാതെ ജനങ്ങളോട് സത്യം വിളിച്ചു പറയുന്ന ഈ സംഘത്തെ കരുത്തു പകരുകയും സഹായിക്കുകയും കൂടെ നിൽക്കുകയും ഈ ദൗത്യ നിർവഹണത്തിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇസ്ലാഹിൻ്റെ വെളിച്ചം കിട്ടാൻ ഇൻഷാ അല്ലാഹ് നാം നടത്തുന്ന വൈജ്ഞാനികമായ സംരംഭങ്ങളെ സ്വീകരിച്ചാൽ മാത്രം മതി. അവിടെയൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന നവംബർ 9, 10 തീയതികളിലെ പ്രൊഫൈസ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് മുഴുവൻ പ്രൊഫഷണലുകളെയും ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കുമാറ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തണം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പെരിന്തൽമണ്ണ വെച്ചാണ് നമ്മുടെ സെപ്റ്റംബർ 29 അധ്യാപക സംഗമം നടക്കുന്നത്, ടീച്ചേഴ്സ് കോൺഫറൻസ്. അവിടെ സംസ്ഥാന പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് അധ്യാപന വൃത്തി നിർവഹിക്കുന്ന സമൂഹത്തിലെ വിദ്യാർത്ഥി തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നാടിൻ്റെ എൻജിനീയർ എന്ന് വിളിക്കപ്പെടുന്ന അധ്യാപകർ, അവരും ഈ ലിബറൽ ആശയത്തിലേക്ക് ചെന്നുപെട്ട് ഡാൻസ് ചെയ്ത് മ്യൂസിക്കും കേട്ട് അതേപോലെയുള്ള അശ്ലീലതകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അവരുടെ ദൗത്യം പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലേക്ക് ഇവിടെയുള്ള ആളുകളെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാ വ്യാഴാഴ്ച ദിവസവും രാത്രി 8:45 വിശ്വാസരംഗത്ത് കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് പ്രൂഫ് പോയിൻ്റ് നാം പുറത്തുവിടാറുണ്ട്. അത് കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സമകാലിക സമൂഹത്തിൽ ഒരു മുസൽമാൻ നിലപാട് കരുത്തുറ്റതാക്കി മാറ്റാൻ സ്പോട്ട്ലൈറ്റ് പോലെയുള്ള നമ്മുടെ പ്രോഗ്രാം അതിൻ്റെ സ്ഥിരം ശ്രോതാക്കളായി നമ്മൾ വിസ്ഡം ഗ്ലോബൽ TV വഴി അത് കേൾക്കണം. അതോടൊപ്പം സഹോദരിമാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ, പീസ് റേഡിയോ മുഴങ്ങി കേൾക്കുന്ന, അതിൻ്റെ അലയൊലികൾ കേൾക്കുന്ന ഒരു വീടകമായി നമ്മുടെ വീട് മാറിയാൽ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ദൈവിക പ്രഘോഷണങ്ങളുടെ, അള്ളാഹുവിൻ്റെ സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് വന്നു കിട്ടിയ ദിവ്യ വെളിച്ചത്തിൻ്റെ ആ തെളിമ അവരുടെ ഹൃദയത്തിൽ ചെന്നു ചേരും. അതിൻ്റെ സ്ഥിരം ശ്രോതാക്കളായി ഇൻഷാ അല്ലാഹ് നമ്മൾ മാറണം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് യൂത്തിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, സെപ്റ്റംബർ 22 നമ്മുടെ ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ കോൺക്ലേവ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ പ്രവർത്തകരെ ശാക്തീകരിക്കുവാനും പ്രബോധന രംഗത്ത് ആശയത്തിൻ്റെ ആയുധമണിയിക്കുവാനും എന്നിട്ട് ഈ വരുന്ന തിന്മയെ ചെറുക്കുവാനും
ഈ മഹാപുണ്യത്തിൽ പങ്കാളികളാവാനുമുള്ള പ്രോഗ്രാം ഇൻഷാ അല്ലാ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് സെപ്റ്റംബർ 22 എന്ന തീയതി മറ്റെല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു വീഴും മുമ്പ് നന്നാവാനുള്ള സന്മനസ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നാം ഈ ചെയ്ത സുഹൃതം, ഇതിനു വേണ്ടി സംഭാവന അർപ്പിച്ചവർ, രാവും പകലും ഓടിയവർ, അള്ളാഹുവേ ഒരിഞ്ച് നന്മയ്ക്ക് വേണ്ടി കെഞ്ചിക്കേഴുന്ന പരലോകത്ത് ഈ സുഹൃതത്തെ നീ സ്വീകരിക്കണമേ അല്ലാ. നീ തന്ന ഉത്തരവാദിത്തം, നീ തന്ന മക്കളെ കാവൽ നേത്രത്തോടെ കാവലിരുന്ന് വളർത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ റഹ്മാനെ. തിന്മയുടെ പരിക്കു പറ്റാതെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം തന്ന് അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.